ഞാൻ ആദ്യം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം, നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മളതിന് ജനകീയാസൂത്രം എന്ന് വിളിക്കുന്ന അവരുടെ പ്രവർത്തനത്തെ എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാ, അവർ കോൺഗ്രസും ബി ജെ പിയാ. കോൺഗ്രസും ബി ജെ പിയും നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെ നിർത്താൻ വേണ്ടി നടക്കുന്നവരാ, നമ്മളതിനെ മാറ്റാൻ വേണ്ടി നടക്കുന്നവരാ. കുറച്ചൊക്കെ മാറ്റിയ പോരാ കേരളത്തിലെ പോലെ, അത് അടിമുടി മാറ്റണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, അവർക്ക് ബദലായിരിക്കും. എങ്ങനെയാണ് കേരള സർക്കാർ ബദലാണെന്നുള്ളത് നമ്മുടെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. അപ്പൊ എങ്ങനെ നമ്മുടെ പഞ്ചായത്തുകള് അവരുടെ പഞ്ചായത്തുകൾക്ക് ബദലാവുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് സ്വല്പം കട്ടിയുണ്ട് ആ ചോദ്യത്തിന്. അതുകൊണ്ട് നമുക്ക് ലളിതമായിട്ടുള്ളതെന്ന് പറയാം. ഇവിടെ ഇരിക്കുന്നവരില് 60% പേര് സ്ത്രീകളാണ്. എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളുമാണ് അല്ലേ? കുടുംബശ്രീക്കാരെന്ന് കൈപൊക്കിക്കേ. കണ്ടില്ല. ഇതില് CDS പ്രസിഡന്റ്മാരെങ്കിലും ഉണ്ടോ? CDS പ്രസിഡന്റ്മാര് 1 2 3 4 5. ഓക്കെ, ഗുഡ്. അപ്പൊ അവരോടൊരു ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നേരിട്ട് അനുഭവമുള്ള കാര്യം ആദ്യം പറയാം. എങ്ങനെ നമ്മൾ വ്യത്യസ്തമാണെന്നുള്ളത്. നമ്മുടെ ഇവിടെയും കുടുംബശ്രീ മാത്രമല്ല, ഇപ്പൊ സ്വയം സഹായ സംഘങ്ങള് ഇവിടെ ഇല്ല, വേറെ പള്ളിക്കുണ്ട്, SNDPക്കുണ്ട്, NSSനുണ്ട്, അങ്ങനെ എല്ലാവർക്കും സമുദായ അടിസ്ഥാനത്തിലുണ്ട്. പിന്നെ ജയശ്രീ ഉണ്ട്, ജനശ്രീ ഉണ്ട്. ഇങ്ങനെ എത്രയോ തരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളുണ്ട്. നമ്മുടെ കുടുംബശ്രീ, നമ്മളുണ്ടാക്കിയതിന്റെ പേര് കുടുംബശ്രീ എന്നാണ്. അപ്പൊ CDS പ്രസിഡന്റ്മാർക്ക് ആദ്യത്തെ ചോയ്സ് ഉണ്ട്. ഇവിടെ വന്ന് മൈക്കെടുത്ത് അങ്ങ് വർത്താനം പറഞ്ഞാൽ, 2 വ്യത്യാസം പറഞ്ഞാൽ എൻ്റെ പുസ്തകം സമ്മാനം തരും. നിങ്ങൾക്കുള്ള ചാൻസ് കഴിഞ്ഞിട്ട് ഞാൻ പ്രസിഡന്റ്മാരെ വിളിക്കണം. ആലോചിച്ചോളൂ, ചോദ്യം മനസ്സിലായല്ലോ. നമ്മുടെ നാട്ടിലുള്ള മറ്റ് സ്വയം സഹായ സംഘങ്ങള് നമ്മളുണ്ടാക്കിയത് കുടുംബശ്രീ. എങ്ങനെ കുടുംബശ്രീ അവർക്ക് ബദലാവണം, ഇതാണ് ചോദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്തിലേക്ക് വരാം. ബദലെന്നൊക്കെ ഇട്ട് പേടിക്കണ്ട. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവരുടെ സ്വയം സഹായ സംഘങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ കുടുംബശ്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൈക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. കൈപൊക്കിയ CDSകാര് അങ്ങ് പറ. പുസ്തകം സമ്മാനമുണ്ട്. ഞാൻ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ CDS ചെയർപേഴ്സണാണ്. സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ത്രിതല സംഘടനാ സംവിധാനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാമൂഹ്യപരമായും സാമ്പത്തികപരമായും സ്ത്രീകളെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംഘടനയാണ് കുടുംബശ്രീ സംവിധാനം. കുടുംബശ്രീ ഒരു സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നു. ജാതി സംഘടനയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ലൊരു സംഘടനയാണ് നമ്മുടെ അവരുടെ വിളിച്ചെന്താ? അവരുടെ സംഘങ്ങളെ വിളിച്ച പേരെന്താ? സ്വയം സഹായ സംഘം. നമ്മുടെ സംഘത്തിന് വിളിച്ച പേരെന്താ? കുടുംബശ്രീ അയൽക്കൂട്ടം. അയലത്തുകാരാണോ അവർക്കൊക്കെ ചേരാം. ഏത് ജാതിയായാലും മതമായാലും പാർട്ടി ആയാലും അയലത്തുകാരാണോ അവിടെ ചേരാം, അവകാശമാണ്. എന്നാൽ സമുദായ സംഘടനകളിൽ ആ സമുദായത്തിലുള്ളവരെ മാത്രം ചേർക്കുള്ളൂ. ഇഷ്ടക്കാരുടെ കൂട്ടമാണ് കുടുംബശ്രീ. അതല്ല, ബദൽ എന്ന് പറഞ്ഞതാ. ആളുകളെ ഭിന്നിപ്പിക്കാനല്ല, ആളുകളെ യോജിപ്പിക്കാനാണ്, എല്ലാവരെയും ഒന്നിപ്പിക്കാനാണ് നമ്മള് കുടുംബശ്രീയിലൂടെ ശ്രമിക്കുന്നത്.
സമൂഹ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനമായാലും അതുപോലെ സ്ത്രീകൾക്കുള്ള താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് മുന്നോട്ട് ഉയർന്നു കയറാനുള്ള ഒരു അവസരം സമൂഹ അയൽക്കൂട്ടങ്ങൾ വഴി അവരിൽ നിന്ന് വരുന്ന ഓരോ അഭിപ്രായങ്ങൾ വഴി നടപ്പിലാക്കുന്ന ഓരോ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്മാര്, നിങ്ങളല്ലേ എന്റെ സംഘാടകര്, പഞ്ചായത്തല്ലേ എന്റെ സ്പോൺസർ, ജാതി സംഘടനയുടെ പഞ്ചായത്താണോ സ്പോൺസർ? ജാതി സംഘടനയല്ലേ, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനയല്ലേ? നമ്മൾ ഉണ്ടാക്കിയ അയൽക്കൂട്ടം എന്ന് പറയുന്നത് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. സന്നദ്ധ സംഘടനയല്ല, സമുദായ സംഘടനയല്ല. നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സർക്കാരാ, പ്രാദേശിക സർക്കാരാ. ഇത് ലോകത്തെങ്ങും ഇല്ലട്ടെ ഇങ്ങനത്തെ പരിപാടി. അയൽക്കൂട്ടങ്ങൾ പറയാ, ലോകത്തെല്ലായിടത്തും ഉണ്ട് സ്വയം സഹായ സംഘങ്ങൾ, പക്ഷെ അയൽക്കൂട്ടങ്ങളായിട്ടല്ല. അയലത്തുകാരാണോ അത് ചേരാം. 2, അവരെ സംഘടിപ്പിക്കുന്നത് പ്രാദേശിക സർക്കാരാണ്. അതിൽ തന്നെ പിന്നെന്താ അവർ ചെയ്യണേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് എല്ലാവരും പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടേ മറ്റ് സ്വയം സഹായ സംഘങ്ങൾ പറയുന്നത് എന്താ അറിയോ? സമ്പാദ്യശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്ന് കയറി പോകും. അയ്യോ, നിങ്ങൾ എന്താ പാവപ്പെട്ടവനായത്? കൂലി കൂടാത്തതുകൊണ്ടല്ല, ഭൂമി കിട്ടാത്തതുകൊണ്ടല്ല, തേങ്ങക്ക് വിലയില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ സമ്പാദിച്ചില്ല. ആ നല്ല ശീലം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പടിപടിയായിട്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി പോവും. ഇതാണ് സ്വയം സഹായ സംഘത്തിന്റെ സിദ്ധാന്തം. ലോകബാങ്കിന്റെ സിദ്ധാന്തം ഇതാ: ദാരിദ്ര്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, പാവപ്പെട്ടവർക്ക് വായ്പ സുലഭമായി ലഭ്യമാക്കാം, പലിശ എന്തു ആയിക്കോട്ടെ. അങ്ങനെ വന്നാൽ പാവപ്പെട്ടവർ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. ഇതാണ് ലോകബാങ്കിന്റെ സിദ്ധാന്തം. ലോകബാങ്ക് പറയുന്നത് ലോകത്ത് ഇഷ്ടം പോലെ പണമുണ്ട്, ആ പണം പാവങ്ങളിലേക്ക് എത്തിക്കാനുള്ള നല്ല മാർഗം അയൽക്കൂട്ടം സ്വയം സഹായ സംഘം വഴി വായ്പ കൊടുക്കലാണ്. അങ്ങനെ സ്വയം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനുള്ള ഒറ്റമൂലിയാണ്. നമുക്കങ്ങനെ ഒറ്റമൂലിയല്ല, വായ്പ കൊടുത്തുകൊണ്ടാവില്ല. പഞ്ചായത്ത് എന്തൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ ചെയ്യുന്നത്, സംസ്ഥാന സർക്കാർ എന്തൊക്കെ ചെയ്യുന്നത്, അതിന് ബദലായിട്ടല്ല. അങ്ങനെയുള്ള നാനാവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളും കുടുംബശ്രീ വഴിയാണ്. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഏത് തട്ടിന്റെ പരിപാടിയാണെങ്കിലും അതൊക്കെ ഒന്നിച്ചു ചേർക്കാനുള്ള വേദിയാണ്. ഒരു പടി കൂടി കടന്ന് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ വായ്പ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ വരുമാനം ഉണ്ടാവണ്ടേ? ഇപ്പൊ കുടുംബശ്രീ വരുമാനദായക പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്, സ്ത്രീ ശാക്തീകരണത്തിന് നിൽക്കുകയാണ്. നോക്കൂ, ലോകബാങ്ക് പറഞ്ഞതല്ല നമ്മൾ ചെയ്തത്, ഇന്ത്യ സർക്കാർ പറഞ്ഞതല്ല നമ്മൾ ചെയ്തത്. അതിന് ബദലായിട്ട് വ്യത്യസ്തമായ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എന്റെ ചോദ്യം ഇനിയിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ്മാരോടാണ്. നമ്മുടെ പഞ്ചായത്തും അവരുടെ പഞ്ചായത്തുകളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ബദലാവുന്നത്? ജനകീയാസൂത്രണം നടപ്പിലായപ്പോഴാണ് നമ്മൾ ഗ്രാമസഭ വിളിക്കാൻ തുടങ്ങിയത്. എന്ന് പറയുമ്പോൾ ഓരോ വാർഡിലെയും പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതാത് പ്രദേശത്തെ അധികാര വികേന്ദ്രീകരണം താഴേത്തട്ടിലേക്ക് എങ്ങനെയാണോ ഗാന്ധിജി പറഞ്ഞത് അതേ രീതിയിൽ താഴേത്തട്ടിലേക്ക് കൊണ്ടുവന്ന് ആസൂത്രണം നന്നായി കൈകാര്യം ചെയ്ത് ചർച്ചകളിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പ്രസിഡന്റ് പറഞ്ഞെന്തെന്നറിയാം, ബാക്കി ഇന്ത്യയിലെല്ലാം പഞ്ചായത്തുകള് അധികാരം ഒന്നും വേണ്ടത്ര ഇല്ല, പോട്ടെ, മറ്റൊരു സർക്കാർ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പരമാവധി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനും ജനങ്ങളുടെ പങ്കാളിത്തം ഭരണത്തിലും വികസനത്തിലും കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയാണ്. നമ്മുടെ കാഴ്ചപ്പാടതാ. നമ്മുടെ സംസ്ഥാന സർക്കാർ
MLA ജയിച്ചു പോയിട്ടുണ്ട്. അവര് രാജേഷിനെ പോലെ മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അത് വെച്ചങ്ങ് ഭരിക്കും. അങ്ങനത്തെ ഒരു കുട്ടി സർക്കാരിനെ പഞ്ചായത്തിൽ താഴത്ത് കുണ്ടറയിൽ ഉണ്ടാക്കാനല്ല കേട്ടോ ജനകീയ ആസൂത്രണം. ഇത് സംസ്ഥാന സർക്കാരിന്റെ കുട്ടിപ്പതിപ്പ് അല്ലല്ലല്ല. സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് പോയി പങ്കെടുക്കാൻ പറ്റുമോ? MLA അല്ലാതെ MLA വഴിയേ പറ്റത്തുള്ളൂ. അല്ല, കേരളത്തിലെ മുഴുവൻ പേർക്കും തിരുവനന്തപുരത്ത് പോയിട്ട് നേരിട്ട് ഭരിക്കാൻ പറ്റും. എന്നാൽ പഞ്ചായത്തിൽ അങ്ങനെയല്ല. ഗ്രാമസഭയിൽ പങ്കെടുക്കാം. ഗ്രാമസഭ മാത്രമല്ല, വികസന സെമിനാർ ഉണ്ട്, ഗുണഭോക്തൃ സമിതികളുണ്ട്, പേരന്റ് ടീച്ചർ അസോസിയേഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ. ജനങ്ങള് നേരിട്ട് വികസനത്തിലും ഭരണത്തിലും പങ്കാളികളാവണം. പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ അപ്പുറത്തേക്ക് പോണം. നമ്മുടെ സങ്കല്പത അതിനാണ്. അത് നമുക്ക് ശീലമില്ലാത്തൊരു ഏർപ്പാടാ അങ്ങനെ ചെയ്യാൻ. നമ്മള് പ്രായപൂർത്തിയായ കാലം മുതൽ നമ്മൾ ചെയ്യണ ഏക ഭരണ പരിപാടി വോട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ MLA നോക്കും. അതല്ല EMS പറഞ്ഞത്. നിങ്ങള് ഭരണത്തിൽ പങ്കാളിയാണോ, അതിന് എത്ര വേദി ഉണ്ടാക്കാൻ പറ്റുമോ വേദികൾ സൃഷ്ടിക്കും. കുടുംബശ്രീയും അതിന്റെ ഭരണത്തിൽ പങ്കാളിയാവുന്ന ഒരു രൂപമാണ്. അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, ആക്ഷേപങ്ങളുണ്ടെങ്കിൽ പറയാം. ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് പോണില്ല. അത് കുറച്ച് കുറഞ്ഞു വരിക. EMSനോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, എന്റെ സഖാവേ, ഇത് ഇങ്ങനെ ഗ്രാമസഭ വികസന സെമിനാർ ഇങ്ങനെ കൂടി ആൾക്കാരും മടുക്കൂല കുറച്ച് കഴിയുമ്പോ? ഇപ്പൊ അങ്ങനെ ഒരു മടുപ്പ് വന്നിട്ടുണ്ട്. വരാനൊക്കെ ആയിട്ട് യോഗത്തിനൊക്കെ വരുന്നില്ല. ഗ്രാമസഭയുടെ അജണ്ട മീൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങ് തീർക്കുകയാണ് കഥകള്. അപ്പൊ EMS പറഞ്ഞ് പങ്കാളിത്തം കുറയില്ല. എന്തുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങള് ഒറ്റപ്പെട്ട വ്യക്തികളല്ല, സംഘടനകളിലെ അംഗങ്ങളാണ്. അവര് കൃഷിക്കാരുടെ സംഘടനയിലെ അംഗമാണ്, തൊഴിലാളികളുടെ സംഘടന അംഗമാണ്, അവർ PKS അംഗമാണ്, വനിതാ സംഘടനയിൽ അംഗമാണ്. ആ സംഘടനകള് ഇതിലൊക്കെ ഇടപെടണമെന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും മടുപ്പ് വരില്ല. നിങ്ങൾ മാറിയാലും വേറെ ആൾക്കാർ വരും. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ബദലെന്ന് പറയുന്നത്. പക്ഷെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം തുടക്കം എവിടെ നിന്നാ? ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാ? ഫിനാൻഷ്യൽ സപ്പോർട്ട്, കാശുണ്ട്. കാശിൽ ബാക്കി ഇന്ത്യയിലെ 73-74 ഭരണഘടനാ ഭേദഗതിയൊക്കെ പാസ്സായി ഇലക്ഷൻ നടന്ന് കാശ് കൊടുക്കൂല. കേരളവും അവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കേരളം ബദലാവുന്നത് എങ്ങനെയാ? ജനകീയാസൂത്രം തുടങ്ങിയത് എങ്ങനെയാ? ഒരു പഞ്ചായത്തിന് 2 ലക്ഷം രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്ന സർക്കാരിൽ നിന്ന്. നമ്മൾ പറഞ്ഞു 1 കോടി രൂപ കിട്ടും. പക്ഷെ അപ്പോഴത്തേനും എല്ലാരും ഞെട്ടിയില്ലേ? 1 കോടി രൂപ. 1 കോടി രൂപ കിട്ടണമെന്നുണ്ടെങ്കിലേ ആ പണം എങ്ങനെ ചെലവഴിക്കും എന്നൊരു പ്ലാൻ ഉണ്ടാക്കണം, എന്നിട്ട് പാസ്സാക്കണം. അപ്പോഴേ പണം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ പ്ലാൻ ആവാം. എന്താ ജനങ്ങൾക്ക് വേണ്ടെന്ന് അറിയാനായിട്ട് അപ്പൊ എന്ത് വേണം? ഗ്രാമസഭ വിളിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം അറിയണം. അപ്പൊ എല്ലാരും വിചാരിച്ച് തീർന്നു, അതങ്ങ് എഴുതി കൊടുത്താൽ മതി. അപ്പോഴാ പറയുന്നത്, അല്ലേ എല്ലാ വാർഡിൽ നിന്നും ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് വന്നിരിക്കുകയല്ലേ, അത് കൂട്ടണ്ടേ, കൂട്ടി യോജിപ്പിച്ചിട്ട് മുൻഗണന നിശ്ചയിക്കണ്ടേ. അതിന് വികസന സെമിനാർ, അതിന് റിപ്പോർട്ട് ഉണ്ടാവണം. അല്ല ഒക്കെ ഉണ്ടാക്കി നമ്മുടെ കോർഡിനേറ്റർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ജനകീയാസൂത്രണ കാലത്ത് പ്രായമായെങ്കിലും ഇപ്പോഴും രംഗത്ത് തന്നെ ഉണ്ട്. അപ്പോ നമ്മള് പറഞ്ഞു അല്ലല്ല പോരാ, അങ്ങനെ അങ്ങോട്ട് ലിസ്റ്റ് ചെയ്താ പോരാ, പ്രൊജക്റ്റ് ആയിട്ട് എഴുതണം. അതിന്റെ വരും വരായികളൊക്കെ എഴുതി തീർത്തിട്ട് രേഖയാക്കണം. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴോ ഒക്കെ ചേർത്ത് പദ്ധതിയാക്കണം, പദ്ധതി രേഖയാക്കണം. സംസ്ഥാന സർക്കാർ ചെയ്യണ പോലെ തന്നെ ചെയ്യണം. അപ്പൊ ഇതിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത്
പ്രവർത്തിച്ച എന്നിട്ടാണ് ഈ പണം കയ്യിൽ കിട്ടുന്നത്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നൽകുന്നത് കേരളമാണ്. സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കൊക്കെ വന്നപ്പോൾ ഈ വർഷമൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇവിടത്തെയൊക്കെ പ്രയാസം സംസ്ഥാന സർക്കാരിനാ. പ്ലാൻ കുറച്ചപ്പോ ഇവിടെ കുറഞ്ഞു. പദ്ധതിയുടെ 25% കൊടുക്കുന്നത്, 28% കൊടുക്കുന്നത്. അപ്പോ പ്ലാൻ കട്ട് ചെയ്തപ്പോൾ ഇടം കുറഞ്ഞു, സംസ്ഥാന സർക്കാരിന്റെയും കുറഞ്ഞു കേട്ടോ, ആനുപാതികമായിട്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ പഞ്ചായത്തിന് ബദലായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് നമ്മൾ വെക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാനും അതുവഴി തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും പങ്കാളികളാവാനും തീരുമാനിക്കാൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേരളത്തിൽ നടന്നു. ചിലതൊക്കെ മന്ത്രി പറയുകയും ചെയ്തു. ജനകീയാസം തുടങ്ങുമ്പോൾ ഉള്ള റോഡിന്റെ സ്ഥിതി കൊണ്ടുവരലെന്ന് ആലോചിച്ചു. ആളുകളുണ്ടല്ലോ മറന്നുപോയി, പണ്ടെങ്ങനെയായിരുന്നു. ആളുകൾ മറന്നുപോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. അന്നുണ്ടായതിന്റെ 3 മടങ്ങ് റോഡുണ്ട്. 20 ലക്ഷം വീടുകൾ പണിതിട്ടുണ്ട് കേട്ടോ. ജനകീയാസം തുടങ്ങിയപ്പോ കേരളത്തിലെ 56% ദരിദ്രരുടെ എണ്ണം. 56%. ഇപ്പോഴോ രാജേഷ് പറഞ്ഞ് ഇപ്പൊ ദാരിദ്ര്യം ഇല്ലാതായി. പഞ്ചായത്തിന്റെ സഹായത്തോടെ അവശേഷിക്കുന്ന ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പോവുകയാണ്. വിസ്മയമാണ് കേട്ടാ. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ദരിദ്രരുണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ കേരളത്തിലാണ് ദാരിദ്ര്യം നമ്മൾ ഇല്ലാതാക്കി. എങ്ങനെയാ? നമ്മുടെ കുടുംബശ്രീയും പഞ്ചായത്തും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, റോഡ് പണിയിൽ മാത്രമല്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇനി ബഹുമാനപ്പെട്ട മന്ത്രിയാണ് വിഷയാവതരണം നടത്തിയത്. ഞാനതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തിരി വർത്താനം പറയണ്ട. ചില അംഗീകരിച്ചിട്ടുള്ള മുൻഗണനകൾ മന്ത്രി പറഞ്ഞു. എന്താ? ശുചിത്വം നമ്മൾ ലക്ഷ്യത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മൾ ലക്ഷ്യത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെറുതെ അത് ഒരു വലിയ ആശയമാണ്. അപ്പൊ എനിക്ക് ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്മാരോട് എല്ലാവരും പറയണം, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മുൻഗണന നൽകേണ്ട 3 പരിഗണനകൾ എന്താണ്? അത് എളുപ്പമല്ലേ? അത് തുടങ്ങിക്കോ, ഒരു റൗണ്ട് വരട്ടെ. ആദ്യത്തേത് നമ്മുടെ മാലിന്യ മുക്ത നവകേരളം. 2 അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. മന്ത്രി പറഞ്ഞത് അങ്ങനെ വീണ്ടും ആവർത്തിക്കണം. മന്ത്രി പറഞ്ഞാ പറയാൻ പറ്റില്ല, വേറെ പറഞ്ഞ ലൈഫ് ഭവന പദ്ധതി. ലൈഫും പറഞ്ഞു മന്ത്രി, വേറെ പറയാത്തതാണ്. മന്ത്രി പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് സൂത്രപ്പണിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റ് അഭിപ്രായത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരുവ് നായ്ക്കളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുറിക്കണേ അധ്യക്ഷയെ, എന്നിട്ട് എണ്ണം എത്ര പേര് പറയുന്നു എണ്ണം പറയണം. തെരുവ് നായ്ക്കളാണ് പിന്നെ അവിടെ ഉള്ളത്. തെരുവ് നായ്ക്കള് പേവിഷബാധ ഇപ്പം പല പഞ്ചായത്തുകളിലും പേപ്പട്ടി കടിച്ച് അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശരി. പിന്നെ പാലിയേറ്റീവ് പ്രവർത്തനം അവിടുന്ന് പറഞ്ഞു വന്നതാണ്. പേഴ്സ്കുട്ടിയമ്മേ അങ്ങനെ ചെയ്യരുത്. ശരി, ഓക്കെ. പാലിയേറ്റീവ് പെട്ടെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ പ്രസിഡന്റ് മുൻഗണന നിശ്ചയിക്കാൻ പോയിട്ടാ സെമിനാറൊക്കെ നടത്തിയിട്ട് അടുത്ത വാർഷിക പദ്ധതിക്ക് 3 മുൻഗണനകൾ. പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ചാലകശക്തികളായി ഓരോ പഞ്ചായത്തും അല്ലെങ്കിൽ ബ്ലോക്കുകളും പ്രവർത്തിക്കണമെന്നാണ് മിനിസ്റ്റർ പറയുകയുണ്ടായി. അപ്പം നമുക്ക് കഴിഞ്ഞ 2023-24 സംരംഭക വർഷമായിട്ട് നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചായിരുന്നു. പക്ഷേ പല സ്ഥലത്തും സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോകാത്തൊരവസ്ഥയുണ്ട്.
സംരംഭങ്ങൾ. പിന്നെ പിന്നെ നമുക്ക് ഇവിടെ മന്ത്രി പറയണ്ടെന്നാണ് പറഞ്ഞത് എങ്കിലും 64,006 പേരെയാണ് അതിദരിദ്രരായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വികേന്ദ്രീകരണ ആസൂത്രണത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് അത് കാണുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് മാതൃകയായിട്ട് നമ്മളെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി അതിദരിദ്രരെ ഇല്ലാതാക്കുന്ന 2025 നവംബറോടുകൂടി നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായിട്ടൊരു മാറുകയാണ്. അപ്പോൾ ആ അതിദരിദ്രരുടെ എണ്ണം 64,006 എത്തിയത് ഈ 30 വർഷക്കാലം ജനകീയാസൂത്രണ പദ്ധതികളുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ സാമ്പത്തിക വികസനം, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കിയ സാമ്പത്തിക വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും ദരിദ്രർ കുറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ഇനി നവംബർ 25 അത്രയും ദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള ബാക്കി പ്രവർത്തനങ്ങളിൽ കൂടാതെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഒരു മുൻഗണന? പിന്നെ ABC പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണം. കാരണം ABC പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് പലയിടത്തും സ്ഥലം കിട്ടാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങൾ കണ്ടെത്തിയാലും പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അപ്പൊ ABC പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ശരി. നാട്ടിൽ അതൊരു വലിയ വിഷയമായിട്ട് മാറുകയാണ്, വെല്ലുവിളിയായിട്ട് മാറുകയാണ്. ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പഞ്ചായത്തുകൾ സാധാരണ നിലയിൽ പദ്ധതികൾ രൂപീകരിക്കാറുള്ളത്. നമുക്കിപ്പം മന്ത്രി സൂചിപ്പിച്ചതുപോലെ ശുചിത്വം അടിസ്ഥാനപരമായ ഒരു അവബോധമാണ് ആദ്യമേ തന്നെ വേണ്ടുന്നത്. എത്ര വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാമൂഹിക പുരോഗതി ഉണ്ടെങ്കിൽ പോലും മാനസികമായി ശുചിത്വ ബോധം എന്ന ഒരു പൊതുനിലവാരത്തിലേക്ക് ജനങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം ഇപ്പം നവംബറിൽ നമ്മൾ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് പോകുമ്പോൾ തന്നെ വലിച്ചെറിയപ്പെടുന്ന ഒരു പൊതുസമൂഹം രൂപപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടുന്ന ഗവൺമെൻറ് നന്നായിട്ട് ആ പ്രക്രിയയിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന പ്ലാനുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയിൽ പഞ്ചായത്തുകൾ തൊഴിൽ സാധ്യതകൾ രൂപപ്പെടുത്തുന്നതിന് ഈ പ്രൈവറ്റ് മേഖലകളെയും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കം ചെറുപ്പക്കാർക്കടക്കം ജോലി സാധ്യതകൾ രൂപപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള പ്ലാനുകൾ ചെയ്യും. പറഞ്ഞത് കൂടാതെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. പിന്നീട് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പിന്നീട് വന്യജീവി പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തൊഴിൽ സംരംഭങ്ങൾ കൂടുതലൂടെ തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ കൂടി വേണമെന്നുള്ളത്. ഓക്കെ. ഇനി മൂന്ന് പ്രധാന വിഷയങ്ങൾ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കണമെന്നില്ല. ഇന്ന് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ഇപ്പം ഓണക്ക് വരാൻ പോവുകയാണ്. അപ്പം മിക്ക ഭാഗങ്ങളിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് വരികയാണ്. അപ്പം അതിനൊരു പരിഹാരം തീർത്തും ഉണ്ടാവണം. അതുപോലെ തൊഴിലില്ലായ്മ, കുട്ടികളെല്ലാം പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് വലിയ വലിയ ഡിഗ്രികൾ നേടി നിൽക്കുകയാണ്, അവർക്ക് ആർക്കും തൊഴിലില്ല. ഇന്ന് വ്യവസായത്തിൻ്റെ പല സംരംഭങ്ങൾ ആരംഭിക്കുന്നെങ്കിലും ബാങ്കുകൾ ഇന്ന് ലോൺ തരാൻ അത്ര സജീവമായിട്ട് മുന്നോട്ട് വരുന്നില്ല. അപ്പം കുട്ടികൾക്ക് തൊഴിലില്ലായ്മ ഏറ്റവും പ്രധാന വിഷയമാണ്. അതുപോലെ വയോജനങ്ങളുടെ ക്ഷേമം, കൂടുതൽ പേരൻസ് കുട്ടികളും വയോജനങ്ങളെ പുറത്തോട്ട് തള്ളുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് കണ്ടുവരുന്നത്. അപ്പം അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ പറഞ്ഞതിനൊക്കെ പുറമെ നമുക്കറിയാം, നമുക്ക് കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കിണർ റീചാർജിങ്, നമ്മൾ കെട്ടിട നിർമ്മാണ നിയമവ്യവസ്ഥ കൊണ്ടുവരുമ്പം കിണർ റീചാർജിങ്ങും അതേപോലെ വീടുകൾക്ക് പെർമിറ്റ് നൽകുന്ന കൂട്ടത്തിൽ തന്നെ അത് അവരുടെ മാലിന്യ സംസ്കരണത്തിന് ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ ആ ഒരു സംവിധാനവും കൂടി ഒരുക്കിയതിന് ശേഷം മാത്രം പെർമിറ്റ് നൽകുക എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നതിൽ വലിച്ചെറിയൽ കുറേയൊക്കെ മാറ്റാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് കുട്ടികളിലൊക്കെ ഉണ്ടാകാവുന്ന സ്വഭാവ വൈകല്യങ്ങൾ കുറേയുണ്ട്. അതോടുകൂടി ഉണ്ടാകുന്ന സാമൂഹിക
പ്രശ്നങ്ങളുണ്ട്. അതിലൂടെ ഉപേക്ഷിക്കപ്പെടുന്ന രക്ഷകർത്താക്കളുണ്ട്, പ്രായം ചെന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള സെമിനാറുകളോ ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമൊക്കെ ഒട്ടേറെ ഭൂമിയിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗ്യമാക്കുന്നുണ്ടെങ്കിലും ഈ കർഷകർ അത് കൃത്യമായി കൃഷി ചെയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് അത്തരം തരിശു കിടക്കുന്ന ആ ഒരു സ്ഥലങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് ഒരു കൃത്യമായ നിയമവ്യവസ്ഥയോടെ ഏറ്റെടുത്ത് കൃഷി പരിപാലിച്ച് തരിശ് രഹിതമായ ഒരു പഞ്ചായത്ത് സൃഷ്ടിക്കുന്നതിനും ഉൽപ്പാദന മേഖലയിൽ വർധന ഉണ്ടാക്കണമെന്നുണ്ട്. അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാദേശികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതായത് മലിനജലം പൊതുസ്ഥലങ്ങളിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്നതിലൂടെ നമ്മുടെ ജലാശയങ്ങളൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നിയമവ്യവസ്ഥയിലൂടെ നമുക്ക് വീടുകളിലും സംരക്ഷിക്കുന്നത് മതിയാവും. NH റെയിൽവേയും ഉള്ളൊരു പഞ്ചായത്ത്, കുണ്ട്ര പഞ്ചായത്ത്, അതിൻ്റെ ഓരങ്ങളിൽ കെട്ടിടങ്ങൾ വയ്ക്കുകയും അതുപോലെ തന്നെ താൽക്കാലിക ഷെഡുകൾ വയ്ക്കുകയും ചെയ്യുന്നത് മൂലം ആ പഞ്ചായത്തിൻ്റെ വരുമാനം ഒരുപാട് നഷ്ടപ്പെടാറുണ്ട്. കാരണം ഇതിന് നമ്പർ കൊടുക്കാറില്ല, താൽക്കാലിക നമ്പർ പോലും കൊടുക്കാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് കുണ്ട്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വരുമാന മാർഗം ഒരുപാട് കുറവുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ അലന്റ് കഴിഞ്ഞ തവണ അവർ കേസിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് വരുമാന മാർഗം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ NREGSൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കൊടുക്കുവാൻ അതുകൂടി ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. പിന്നെ ജലജീവൻ 95% മുകളിൽ നടത്തിയൊരു പഞ്ചായത്താണ് കുണ്ട്ര ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ വെള്ളം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ വെള്ളം വരും. എപ്പോൾ ചോദിച്ചാലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവിടെ മോട്ടോർ കേടായി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മിക്കവാറുമുള്ള റോഡുകളെല്ലാം 90% റോഡുകൾ നമ്മൾ പുതിയ ആസ്തിയിൽ ചേർത്ത് ചെയ്തതുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ലത് തന്നെയാണ്. ഇനി പിന്നെ അതുപോലെ തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മിനി MCFകളും 30 MCF 14 വാർഡുകളെങ്കിലും 30 MCFകളും മിനി MCFകളും 2 MCF ഉള്ള ഒരു പഞ്ചായത്താണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് താഴെ തട്ടിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വേസ്റ്റുകൾ കൊണ്ടുവന്ന് റെയിൽവേയുടെ ഭാഗത്തും അതുപോലെ തന്നെ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയിൽ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് PMAY വീടുകൾ 1369 വീടാണ് ഞങ്ങളുടെ ബ്ലോക്കിൽ. മുഹത്തല ബ്ലോക്കിൽ 1600 ചില്ലാനും വീടുകളാണ് വന്നേക്കുന്നത്. പക്ഷെ അതിൽ 1,12,000 രൂപ ബ്ലോക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ആ പൈസ അത് ഒരിക്കലും നമുക്കിത് പൂർണ്ണമായിട്ട് കിട്ടത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. അത് ഷോർട്ടേജ് വരുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വളരെ ഉത്സാഹത്തോടെ അവരെ വിളിച്ചു കൂട്ടി വീടുകൾക്ക് എഗ്രിമെൻ്റ് വെച്ച് അവർ വീട് വാർത്തിട്ടേക്കുക. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നിരന്തരം വിളിക്കുക. അവർക്ക് ഈ 1,12,000 രൂപ ഇപ്പോൾ അത് ഗഡു കൊടുക്കേണ്ടതാണ്. നമുക്ക് കാശ് കിട്ടിയിട്ടുമില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ മറ്റൊന്ന്, വീടിൻ്റെ വഴിയും ഘടകമാണ്. ഇവിടെ ഇപ്പോൾ കുണ്ട്ര മേഴ്സാവും ബേസാവും ഒക്കെ ഇരുന്ന സമയത്ത് മനോഹരമായിട്ട് റോഡും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുന്നത്തൂർ പഞ്ചായത്താണ്. അവിടെ വഴി അത് മാത്രമല്ല, നമ്മൾ ഈ ബ്ലോക്ക് 5 ലക്ഷം ഇടുകയാണെങ്കിൽ പഞ്ചായത്ത് 5 ലക്ഷത്തിൽ കൂടുതൽ തുകയിടണം. പഞ്ചായത്തിന് ഒരിക്കലും അത്രയും ഫണ്ട് കാണത്തില്ല. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ചുരുക്കി പ്രധാന വിഷയങ്ങളിലേക്ക് വരാമോ? അതെ, ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. ഇതും കൂടെ ഉള്ളൂ. ശരി, ആഡ് ചെയ്യുന്നതും കൂടെ ഉള്ളൂ. അതിനെന്തെങ്കിലും ഒരു മാറ്റം വേണം. ശരി, ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടി. നമ്മളിപ്പോ പറയുന്നത് എന്താണ് നിങ്ങളുടെ മുൻഗണന? ഇവിടെ നിങ്ങൾ ചെയ്യണത് നിങ്ങളുടെ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ പറയലാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണന ഇതാണ്, രണ്ടാമത്തേതാണ്, മൂന്നാമത്തേതാണ്. ആ ക്ലാരിറ്റി വേണം. അതിനുപകരം നമ്മളിപ്പോ ആ റോഡ് പണിയുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, അപ്പുറത്ത് വീടുകൾ പണിയുമ്പോൾ അവർക്ക് ഇത് തികയുന്നില്ല. പ്രശ്നങ്ങളല്ല ആവശ്യപ്പെടുന്നത്. ചോദ്യം എന്താണ്? നമ്മുടെ പഞ്ചായത്തിലെ മുൻഗണന എന്ത്, പ്ലാൻ മുൻഗണന എന്ത്? ആ മുൻഗണന
നിങ്ങളിപ്പോൾ വയോജനത്തിൻ്റെതാണോ, കുട്ടികളുടെ ക്ഷേമമാണോ, ഞങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിനാണോ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത്, അല്ല ആശുപത്രിയിൽ ഇതാണ് കൊടുക്കാന്ന്? അതാണ് ഈ മുൻഗണന എന്ന് പറയണേ. അല്ല, പ്രശ്നങ്ങൾ വിവരിക്കുന്നത് മുൻഗണനയാവില്ല. അതെ, ഇപ്പം ഇവിടെ സഖാവ് പറയാൻ ശ്രമിച്ചത്, നമ്മളിപ്പം ഇത്രയും കാലത്തെ അതിൽ കൂടെ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തു. എന്നാലും നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പകൾ, ഇപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, വയോജനങ്ങളുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ജനസംഖ്യയുടെ 20% സെൻസസ് നടക്കാത്തതുകൊണ്ട് നമ്മളെ ഒന്നിനും കൃത്യമായ കണക്കില്ലെങ്കിൽ പോലും ഏകദേശം 20% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തുകളും നിങ്ങളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ നമുക്ക് ഇപ്പോൾ പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി എന്ന് പറയുന്നത് സ്വയംപ്രഭയുണ്ട്. സ്വയംപ്രഭ പദ്ധതി എല്ലാ പഞ്ചായത്തുകളും നടപ്പാക്കുന്നില്ല. അല്ലെങ്കിൽ പകൽ വീടുകൾ പലയിടത്തും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ പല പകൽ വീടുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലയിടത്തും വയോജന ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നു, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വിവിധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ബജറ്റിൽ ഈ സ്വയംപ്രഭ പദ്ധതിക്ക് വേണ്ടി 14 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സ്വയംപ്രഭ പദ്ധതിയിലെ സ്വയംപ്രഭ ഹോമുകളെ പഞ്ചായത്ത് തലത്തിൽ വയോജനങ്ങൾക്ക് ഉള്ള എല്ലാവിധ സൗകര്യങ്ങൾക്കും സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സാങ്കേതികമായ സഹായങ്ങളും ഒരുമിച്ച് കൂടാനുള്ള കാര്യങ്ങളും വൈദ്യസഹായം അങ്ങനെ എല്ലാത്തിനെയും കൂടി ചേർക്കുന്ന ഒരു ഹബ്ബായിട്ട് അതിൻ്റെ ഒരു റിസോഴ്സ് സെൻ്ററാക്കി മാറ്റാനാണ്. ആ റിസോഴ്സ് സെൻ്ററാക്കി മാറ്റാനുള്ള ഇതിൻ്റെ വിഭവത്തിൻ്റെ ആ ഫണ്ടിൻ്റെ അത് ഈക്വലായി സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി വകുപ്പും അതാത് പഞ്ചായത്തുകളും കൂടി ആണ് അത് നടത്തേണ്ടത്. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തവണ നമ്മുടെ പഞ്ചായത്തുകളെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ വയോജനക്ഷേമ രംഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണത്, നിലവിലുള്ള ഇതും കൂടി. അപ്പോൾ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്പോൾ വാർഷിക പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, പലയിടത്തും വികസന സെമിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുൻഗണന നമ്മളെങ്ങനെ കൊണ്ടുവരും, അതാണ് സഖാവ് ഉദ്ദേശിച്ചത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം. അതുപോലെ സ്കൂള് നമുക്കറിയാം, എല്ലാം പഞ്ചായത്തിൻ്റെ കയ്യിലാണ് സ്കൂളുകൾ. പക്ഷേ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ച് വലിയ വാദവിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാദങ്ങൾ അതിനകത്ത് നമുക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമാണ് അല്ലേ. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളുടെയും വിദ്യാഭ്യാസ നിലവാരം എങ്ങനെയാണ്, അത് എങ്ങനെ നടക്കുന്നു, അവിടെ സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ അവിടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു. മിനിമം എല്ലാ സ്കൂളിലും നമ്മൾ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് കിഫ്ബി വഴിയും മറ്റ് പല രീതിയിലും ഉണ്ടാക്കിയെടുത്ത പുതിയ ആസ്തികൾ ഉപയോഗിക്കുന്നുണ്ടോ, ലാബ് തുറക്കുന്നുണ്ടോ, ലൈബ്രറിയിൽ നിന്ന് കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉപയോഗിക്കുന്നുണ്ടോ. സ്മാർട്ട് ക്ലാസ് റൂമുകൾ വഴി വളരെയധികം പഠന സാമഗ്രികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്, അടുത്ത മുൻഗണന എന്താണ്, ഇവിടെ പറഞ്ഞു തൊഴിലില്ലായ്മ അതിനെന്താണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഇതിലൂടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ സംസാരം കഴിഞ്ഞിട്ട് അത്യാവശ്യം ആർക്കെങ്കിലും പറയാനോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതുകൂടി കേട്ടിട്ട് മന്ത്രി ഉപസംഹരിക്കും. മന്ത്രി അവതരിപ്പിച്ചപ്പോൾ രാജേഷ് ഒരു പ്രധാനപ്പെട്ട വാചകം പറഞ്ഞു. നാട് എത്ര മാറി 30 വർഷത്തിനുള്ളിൽ. ആ മാറ്റം ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ പഞ്ചായത്തുകളും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. റോഡ് ഇനിയും റോഡിന് ആവശ്യമുണ്ടെങ്കിലും പണ്ടത്തെ ഒരു സ്ഥിതിയല്ല. നമ്മുടെ പാർപ്പിടം നമ്മളൊരു അവസാന ഘട്ടത്തിലേക്ക്, അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. ഇനി ബാക്കിയുള്ള ഒരു 2-3 ലക്ഷം പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വീട് നൽകുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും. കുറച്ച് പണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്നുള്ള വീട് പോരാ, പുതുക്കി പണിതോളൂ. പക്ഷെ പുതിയ വീട് ഇല്ലാത്ത ഒരു സുവിശേഷം ആപ്പാടിപ്പോ ഒരു വീട്ടില് ഒരു കുട്ടി 2 കുട്ടിയല്ലേ ഉള്ളൂ. എല്ലാവർക്കും വീട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ വീട് പണിയണ്ട. ഇവര് മുതിർന്നവരാകുമ്പോഴേ വീട് മാറി താമസിച്ചാൽ പോരെ അങ്ങോട്ടും ഇങ്ങോട്ടും.
ഈ വടക്കേ ഇന്ത്യയിലൊന്നും അങ്ങനെയല്ല. അവര് കുട്ടികൾ വലുതാവുമ്പോഴത്തേനും പുതിയ വീട് പണിതേ പറ്റും. നമുക്കതില്ല. അതുകൊണ്ട് നമ്മുടെ സർക്കാർ എല്ലാവർക്കും വീട് കൊടുത്താൽ അതോടുകൂടി കേരളത്തിലെ പാർപ്പിട പ്രശ്നം തീരും. അങ്ങനെ പലതും നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ശുചിത്വവും ഇനിയുണ്ട്, പക്ഷെ നമ്മൾ ഈ വർഷം തീർക്കും. അതിദാരിദ്ര്യം ഉണ്ട്, ഈ വർഷം തീർക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇനിയിപ്പൊ നമ്മൾ പരിഗണന നൽകേണ്ടത് എന്താണ്, ഊന്നേണ്ട മേഖല എന്താണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിലർ പറഞ്ഞു പാലിയേറ്റീവ്, നെടുമ്പന പറഞ്ഞു വയോജന. ഇവിടെ ഇരിക്കുന്നവരിൽ ഇപ്പൊ ഇരിക്കുന്നവരിലെ ഭൂരിപക്ഷം പേരും 60 കഴിഞ്ഞവരാണ്. എന്റെ പ്രായക്കാരാണ്. നമ്മുടെ കേരളം ഉണ്ടായപ്പോഴേ 47 വയസ്സേറെ മനുഷ്യൻ ജീവിച്ചിരിക്കും. വയസ്സന്മാരില്ല, എല്ലാം കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം കൊടുക്കാൻ കഴിഞ്ഞതാണ് കേരളത്തിന്റെ മഹത്വം, പെരുമ. ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും നല്ല ആശുപത്രി. 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അമേരിക്കയിൽ നമ്മളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കും 1 വയസ്സെത്തുന്നതിന് മുമ്പ്. അതാ കേരളത്തിന്റെ മഹത്വം. ഇന്നിപ്പോ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു, പ്രായമുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രായമുള്ളവരെ എങ്ങനെ സംരക്ഷിക്കാം? അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. അത് പ്രകൃതിവാസനയാണ്. പക്ഷി മൃഗാദികളും ഇൻസ്റ്റിങ്റ്റീവാണ്, നോക്കും. പക്ഷേ പ്രായം ചെന്നവരെ മക്കൾ നോക്കണമെന്നില്ല, അത് പ്രകൃതിയിലും ഇല്ല കേട്ടോ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ ഉത്തരം കണ്ടെത്തി എവിടെയാ? ഇവരൊക്കെ വയോജന കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുക. താമസിപ്പിക്കുകയല്ല, നമ്മൾ തന്നെ ഒരു മുറിയൊക്കെ വാടക എടുത്ത് വെച്ചിരിക്കും. കഴിയുമ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ പോയി താമസിക്കുക. പക്ഷെ നമ്മുടെ നാട് അംഗീകരിക്കുന്നില്ല. അത് പറഞ്ഞ ആ KG ജോർജ് മരിച്ചപ്പോൾ ഉണ്ടായ വിവാഹം നോക്കിക്കേ, സംവിധായകൻ. ഞാൻ മരിക്കുമ്പോ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നമുക്ക് പരിചിതമായിട്ടുള്ള നമ്മുടെ ജനാലയുടെ അടുത്ത് മരവും കണ്ട് കിടന്ന് മരിക്കുന്നതല്ല. കേരളത്തിന് ദുര്യോഗം എന്ന് അറിയാമോ? 80% ആളുകളും ആശുപത്രിയിലാണ് മരിക്കുന്നത്. അമേരിക്കയിൽ പോലും 40% മരിക്കുന്നുള്ള ആശുപത്രി കിടന്നു. അപ്പൊ ഇത് നമുക്ക് ഒരു ഇന്ത്യയുടെ മുന്നിൽ കേരളത്തിനൊരു മാതൃക ഇന്ന് വെല്ലുവിളി സൃഷ്ടിക്കണം, വെല്ലുവിളിയായിട്ട് വന്നിരിക്കുകയാണ്. നോക്കിയാൽ നിങ്ങൾ പഞ്ചായത്ത് ഇരുന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ആശാവർക്കുകൾ എല്ലാവരുടെയും വീട്ടിൽ മരുന്ന് കൊണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണോ? 1000 പേർക്ക് നേഴ്സ് വെച്ച് പഞ്ചായത്തിലുണ്ടോ? അപ്പൊ പരിചരണത്തിന് ആള് ചെല്ലുന്നു. പിന്നെ സർക്കാർ 1600 വെച്ച് കൊടുക്കുന്നില്ലേ പ്രായോഗിക കഴിഞ്ഞാൽ? പിന്നെ കിടപ്പ് രോഗിയാണെങ്കിൽ നോക്കുന്ന ആൾക്ക് ചെറിയൊരു അലവൻസ് വെച്ചിട്ടില്ലേ? ഇങ്ങനെ 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 എന്തെല്ലാം പരിപാടികളാ ഉള്ളത്. പഞ്ചായത്ത് എന്താ ചെയ്യണ്ടതെന്നറിയോ? പഞ്ചായത്ത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ജില്ലാ പഞ്ചായത്തായാലും അവരൊക്കെ വെക്കുന്ന ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കൊരു പ്രഖ്യാപനം നടത്താലോ പ്രസിഡന്റുമാരെ. ഞങ്ങളുടെ പഞ്ചായത്തിൽ 60 കഴിഞ്ഞ എല്ലാവർക്കും ഞങ്ങൾ മരുന്ന് വീട്ടിലെത്തിക്കും. കുറച്ചു പേർക്ക് കൊടുക്കാനുണ്ടാവും കേട്ടോ, പണമില്ലാത്തതുകൊണ്ട്. അത് നമ്മൾ കൊടുക്കും. ഭക്ഷണം കൊടുക്കും ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ വന്നിരുന്ന സ്ഥലത്ത് ഞങ്ങള് 7ാമത്തെ വർഷമാണ് 800 കിടപ്പ് രോഗിക്ക് വീട്ടിൽ ഭക്ഷണം എത്തിക്കുന്നത്. മരിക്കുമ്പോഴേ മാറ്റത്തുള്ളൂ. ചിലപ്പോ 700 വരും, ചിലപ്പോ 800 വരും, ചിലപ്പോ 600 ആകും. 7ാമത്തെ വർഷം ചെയ്യാലോ. ഇത്രയും നേഴ്സുമാരെ ഉള്ളപ്പോ ആ നേഴ്സ് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പുവരുത്തണം. പാലിറ്റീവ് സംഘടനയില്ലേ, അവരെന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. ഇനി ആശുപത്രി കൊണ്ടുപോകണം. നമ്മുടെ 108
ഇല്ലെങ്കിൽ പാലിറ്റീവ് സംഘടനക്കൊക്കെ ആംബുലൻസ് ഇല്ലേ? ഒരു ഇന്ന നമ്പറിൽ ഫോൺ ചെയ്താൽ അപ്പ ആശുപത്രി കൊണ്ടുപോകും. ടെലിമെഡിസിൻ നമ്മുടെ ആശുപത്രി ഇപ്പൊ സർക്കാരിന് സ്കീമുണ്ട്. ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് പഞ്ചായത്ത് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. കിടപ്പ് രോഗിയാൽ ഞങ്ങൾ നോക്കും, വീട്ടില് നോക്കാൻ നമ്മൾ സഹായിക്കും, പിന്തുണ കൊടുക്കും. ബാക്കിയുള്ളവരോ, കിടപ്പാകാതിരിക്കുന്നവരോ, ചെറുപ്പക്കാരായ വയസ്സന്മാര്, അവർക്കാണ് ഹെൽത്തി ഏജിങ്. ഈ മറവി രോഗം വരുവേ, ഭയങ്കര കഷ്ടമാണ് വന്നു കഴിഞ്ഞാൽ. അത് ഉള്ളവരുടെ ഒരു പാതി ആളുകളുടെ വീട്ടിലുണ്ടാവും കേട്ടോ, അതുകൊണ്ട് അനുഭവിക്കുന്നുണ്ടാവും. അത് മാറ്റണം എങ്ങനെ? 60-ാം വയസ്സിലെങ്കിലും പ്രഷറും ഷുഗറും ചെക്ക് ചെയ്ത് ഒന്ന് നിജപ്പെടുത്തി നിൽക്കണം. ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ നടക്കണം. നടക്കുന്നതിന് ഇതൊക്കെ ചേർത്തൊരു മൈക്രോ ഹെൽത്ത് പ്ലാൻ ഓരോ പ്രായം ചെന്നവർക്കും എന്താ കൊടുക്കാൻ പ്രയാസം? മറവി രോഗത്തിന്റെ ഏറ്റവും വലിയ പ്രതിവിധി എന്താണെന്നറിയാമോ? വർത്താനം പറച്ചിലാണ്, സോഷ്യലൈസേഷൻ. ഈ 60 കഴിഞ്ഞവർക്കെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്, ഇങ്ങനെ ഭയങ്കര അപകടമുണ്ട്, അതുകൊണ്ട് അങ്കണവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പോകും, പാട്ട് പഠിപ്പിക്കാൻ പോകും. 10ാം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടിക്ക് അക്ഷരം എഴുതാൻ അറിഞ്ഞുകൂടാ, അമ്മമാരെല്ലാം വിളിച്ചിരുത്തിയിട്ട് അക്ഷരം പഠിപ്പിക്കും. ഈ പ്രായം ചെന്നവരൊക്കെ സമൂഹത്തിൽ ധർമ്മങ്ങളുണ്ട്, അതൊന്നും ഉപയോഗിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി വെക്കൂ. നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ മുൻഗണന പറഞ്ഞപ്പോ ഇങ്ങനെ ചിന്തിക്കണം. എല്ലാരും പറഞ്ഞു തൊഴിലില്ലായ്മ, തൊഴിൽ കൊടുക്കല്, കാര്യങ്ങള്. ഇപ്പൊ വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലില്ലാത്തതല്ലാട്ടോ പ്രശ്നം. ഇന്ന് മറ്റന്നാടക്കം പോണ ആലപ്പുഴയിലെ തൊഴിൽ മേളയില് 4 ലക്ഷം തൊഴിലവസരങ്ങളാ. ഏത് കാറ്റഗറിക്കുള്ള തൊഴിലുണ്ട്? ആളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പല ജാതി പ്രശ്നം. മിടുക്കന്മാരൊക്കെ നാട് വിട്ടു പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ്. അതുകൊണ്ട് അപേക്ഷിച്ചാലും ഇന്റർവ്യൂവിന് ടൈം മുങ്ങിക്കളയും. ആയിക്കോട്ടെ, ഈ പഞ്ചായത്തിനെ നമ്മുടെ ഇവിടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കെല്ലാം ITക്കാര്, പോളിടെക്നിക്കാര്, ഇതൊക്കെ ആ ജോബ് സ്റ്റേഷനിൽ ചെന്നിട്ടെങ്കിൽ പറഞ്ഞു തരും. നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര ITക്കാര് ജോലി അന്വേഷിക്കുന്നവരുണ്ട്, പോളിടെക്നിക്കാരുണ്ട്, ഓരോ ട്രേഡ് അനുസരിച്ച് തരും. അപ്പൊ നിങ്ങൾ അടുത്ത പ്ലാനിലൊരു തുക വെക്ക്. എന്തിന്? ഇന്റർവ്യൂവിന് പോണതിന് മുമ്പ് ഇവർക്കൊക്കെ 1 മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് വർത്താനം പറയാൻ പഠിപ്പിക്കും. അത് സർക്കാർ സൗജന്യമായിട്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കാനുള്ള കോഴ്സ് തരും. നമ്മുടെ പഞ്ചായത്തിൽ എത്ര പേര് നല്ല ഇംഗ്ലീഷ് മാഷന്മാരുണ്ട്. മെന്റർമാരായിട്ട് 2 മാഷന്മാരെ വെക്കുന്നു. ആഴ്ചയിലൊരിക്കല് ഓൺലൈനായിട്ട് പഠിക്കണോ, ആഴ്ചയിലൊരിക്കൽ പഞ്ചായത്തിൽ ക്ലാസ്, കോണ്ടാക്ട് ക്ലാസ്. അങ്ങനെ ഇതെല്ലാം ചെയ്ത ശേഷം പഞ്ചായത്തിൽ നിന്ന് ഒരു ബസ് എടുത്ത് അടുത്ത തൊഴിൽമേളക്ക് കൊണ്ടുപോകുന്നു. പാതിപ്പേർക്ക് കിട്ടിയുള്ളൂ. ശരി, ബാക്കി പാതിപ്പേരെ എന്തുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാത്തതെന്ന് എഴുതി തന്നിരിക്കും. ഇന്ന കുറവുണ്ട്, ആ കുറവ് തീർത്ത് അടുത്ത തൊഴിൽമേളക്ക് കൊണ്ടുപോകും. ഇതാണ് അഭ്യസ്ത വിദ്യരല്ലാത്തവര്. നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര DDU GKY ഉണ്ട്? ശുദ്ധ കളിപ്പീരെല്ലാം നടക്കുന്ന കോഴ്സ് പഠിപ്പിക്കും. 3 മാസം കൊണ്ടുപോയി ഒരു ജോലി ഇതും പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ജോലിയിലാണൊക്കെയല്ല. കേരളത്തിൽ 85,000 പേരുണ്ട്. അവരെ വിളിച്ചിട്ടേ അവർക്കാണ് സ്വയം തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? ഇത് പരിശീലനം കിട്ടിയവരല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേളയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. മുൻഗണന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പ്രശ്നം?
ആ ശീലമൊക്കെ വളരെ കുറഞ്ഞു. നേരത്തെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ 10 പേരെ വിളിക്കും, അവരോട് ചർച്ച ചെയ്യും. ഇപ്പൊ കർമ്മസമിതി എന്ന് പറഞ്ഞ പേരിനായി. ആ പ്ലാൻ ക്ലർക്കായിരിക്കും മിക്കവാറും എഴുതി വെക്കണത്. ഫോറം ഫില്ല് ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് എന്താ സംഭവിക്കണേ? അപ്പൊ പറഞ്ഞേ ഞാനിതെല്ലാം പറഞ്ഞ അത് നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ ശരിപ്പെടുത്താം, ഇപ്പൊ അങ്ങ് പോട്ടെ, ഇപ്പൊ വൈകാൻ പാടില്ല. അങ്ങനല്ലേ ഈ പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ആളുകളെ, ഇത് വിവരമുള്ള ആളുകളുണ്ട്, അവരെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യണം, തൊഴിൽ കൊടുക്കണം, അനന്തമാർഗം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞു എല്ലാവരും. പ്രസിഡന്മാരെ, നിങ്ങളുടെ എല്ലാം പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ സർക്കാർ കൃത്യമായിട്ട് 32 ഡാറ്റ ഷീറ്റും മാപ്പും ഒക്കെ അയച്ചു തന്നു. നിങ്ങളെല്ലാം എന്തോ ഉണ്ടാക്കിയെന്ന വെപ്പ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പോട്ടെ. അന്ന് കോവിഡ് വന്നപ്പോ പിന്നെ എന്തോ എങ്കിലും ചെയ്ത് അവസാനിപ്പിച്ചാണ് ചെയ്തത്. നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞത് നിങ്ങളുടെ മുൻഗണനയാണെങ്കിലേ ആ റിപ്പോർട്ട് പൊടി തട്ടിയെടുക്കുക, എന്നിട്ട് എന്നാ ഒന്ന് വായിച്ചു നോക്ക്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കുക. ഇതാണ് നിങ്ങൾ മുൻഗണനയെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി. അത് നമുക്ക് ഇത്തരത്തിൽ പ്രൊജക്റ്റുകളായിട്ട് മാറ്റണം.